ഹായ് ഗായ്സ്, അപ്പോൾ പ്രീമിയർ ലീഗിൽ വൻ ട്വിസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുവരെ സിറ്റി ആയിരുന്നു 85 പോയിൻറ്റുമായി 36 കളികളിൽ നിന്ന് 85 പോയിൻറ്റുകളുമായി മുൻപന്തിയിൽ നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആഴ്സണലും യുണൈറ്റഡുമായിട്ടുള്ള കളിയിൽ യുണൈറ്റഡിനെ ഒരു ഗോളിന് തോൽപ്പിച്ച് ആഴ്സണൽ ഒന്നാം സ്ഥാനത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ പോയിൻ്റ് 86 പോയിൻ്റ് ആയിക്കണേ. ഒരു മത്സരം കുറച്ച് കളിച്ച മാഞ്ചസ്റ്റർ സിറ്റി ആവട്ടെ 85 പോയിൻ്റ് ആയിക്കാണ്ട് തൊട്ട് പിറകെ തന്നെ രണ്ടാം സ്ഥാനത്തുണ്ട്. ഇനി ചൊവ്വാഴ്ച ടോട്ടൽഹാമിനെ അവരുടെ ഗ്രൗണ്ടിൽ സിറ്റിക്ക് നേരിടാനുള്ളത്. സിറ്റിക്കാവട്ടെ അവശേഷിക്കുന്നത് 2 മത്സരങ്ങൾ മാത്രമാണ്. ആഴ്സണലിനാണെങ്കിൽ 1 മത്സരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവസാന മത്സരത്തിൽ സിറ്റി വെസ്റ്റ് ഹാമിനെയും ആഴ്സണൽ എവർട്ടനെയുമാണ് നേരിടുക. ഈ 2 മത്സരങ്ങളാണ് ഇനിയുള്ള ചാമ്പ്യന്മാരെ എന്ന് തീരുമാനിക്കുന്നത്. ഈ 2 മത്സരങ്ങളായിരിക്കും. ആഴ്സണലിനാവട്ടെ ഇനി ജയിക്കുകയാണെങ്കിൽ 3 പോയിൻ്റ് മാത്രമേ കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ സ്ഥാനത്ത് സിറ്റിക്കാണെങ്കിൽ 6 പോയിൻ്റ്, 2 കളികളും ജയിക്കുകയാണെങ്കിൽ 6 പോയിൻ്റ് കരസ്ഥമാക്കി ചാമ്പ്യന്മാരാവാനും സാധിക്കും. വരും ദിനങ്ങളിൽ പുതിയ പ്രീമിയർ ലീഗ് രാജാക്കന്മാരെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്.